ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓണം സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ലോങ് ചെയിനാണ് ചെയ്യുന്നത്. സ്റ്റോൺ ചെയിനൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം. അതിന് ഞാൻ ഒരു 3 കളർ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുന്തൻ സ്റ്റോൺ ആണ്, ഇത് പേൾ ചെയിനാണ് കേട്ടോ. പിന്നെ ഹെഡ് പിന്ന് വേണം, പിന്നെ നമുക്ക് ഗ്ലൂ വേണം, പിന്നെ ഗുങ്കുരു, ഗോൾഡൻ കളർ ഗുങ്കുരു. നമ്മൾ OHP ഷീറ്റിലാണ് നമ്മുടെ ലോക്കറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് OHP ഷീറ്റിലേക്ക് നമുക്ക് ഗ്ലൂ കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് നമ്മുടെ ഈ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊരു ഓവൽ ഷേപ്പാണ് കുന്തൻ സ്റ്റോൺ. റൗണ്ട് ആണെങ്കിൽ നമുക്ക് റൗണ്ടാക്കി ചെയ്യാൻ പറ്റും. എൻ്റെ റൗണ്ട് കളർ സ്റ്റോൺ ഇല്ല, അപ്പോൾ ഞാനത് ഓവൽ ഷേപ്പ് കൊടുത്തത്. അപ്പോൾ നമുക്ക് റൗണ്ടായിട്ടും ചെയ്യാം, വലിയ റൗണ്ട് പെൻഡൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതിന് ചുറ്റും നമ്മുടെ ഗ്രീൻ കളർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് അത് ആ ഓയിൽ ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്യുക സെൻറ്ററിൽ വെച്ച്, എന്നിട്ട് ഒട്ടിക്കുക. അല്ലെങ്കിൽ അതങ്ങനെ ശരിക്കും റൗണ്ടായിട്ട് കിട്ടില്ല, നമുക്കത് ആ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ആ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇപ്പുറത്തേക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനത് കട്ട് ചെയ്തപ്പോൾ ഒരെണ്ണം ഒരു സ്റ്റോൺ കുറച്ചാണ് കട്ടായത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോണും കൂടി കട്ട് ചെയ്തിട്ട് സിംഗിൾ സ്റ്റോൺ കട്ട് ചെയ്ത് അതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല. അത് ഞാൻ ഒട്ടിച്ച് വന്നപ്പോഴാണ് എനിക്ക് അതിലൊരെണ്ണത്തിൻ്റെ കുറവ് കണ്ടത്. അപ്പോൾ ഞാൻ വേഗം ഒരെണ്ണം സിംഗിൾ പീസ് എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിന് ചുറ്റും നമ്മുടെ സ്റ്റോൺ ചെയിനും കുന്തൻ സ്റ്റോണൊക്കെ ആയിട്ട് നമുക്കൊന്ന് ലെയർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്ലൂ നമ്മുടെ B6000 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ഗ്ലൂ ആണ് കേട്ടോ, നന്നായിട്ട് സ്റ്റോണൊക്കെ ഒട്ടിക്കാൻ നല്ലതാണ്. ഇനി നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഗോൾഡൻ കളറ് സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണമെങ്കിൽ, അല്ലെങ്കിലാണ് നമ്മുടെ അത് വിട്ടുപോകും. ഇല്ലെങ്കിൽ നന്നായിട്ട് ഗ്ലൂ ഒട്ടിയിരിക്കും കേട്ടോ. B6000 7000 ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടും നന്നായിട്ട് ഒട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ലെയർ നമ്മുടെ കുന്തൻ സ്റ്റോൺ ആണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ചുറ്റും. അതായത് നടുക്ക് ആദ്യം തന്നെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ സൈഡിൽ ആദ്യം ഒട്ടിച്ചത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നമുക്ക് ചുറ്റും നമ്മുടെ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇപ്പോൾ ചാനലിൽ ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓണം സീരീസ് 1, 2, 3 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 4th വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. അതുപോലെയുള്ള മോഡലുകൾ നിങ്ങളും ചെയ്ത് നോക്കുക. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കാണുക കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റുകൾ എല്ലാവരും പറയണം. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റിലൂടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റോൺ ചെയിനുകൾ നമുക്ക് ഒരു 3 ലെയറും കൂടി ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം ഗോൾഡൻ കളറാണ് ഒട്ടിക്കുന്നത്. സെയിം അതേ രീതിയിൽ തന്നെ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഗ്രീൻ, പിന്നെ നമ്മുടെ ലാസ്റ്റ് ലെയർ വരുന്നത് ഒരു മജന്ത നമ്മുടെ കുന്തൻ സ്റ്റോണിന് മാച്ചായിട്ടുള്ള സ്റ്റോൺ ചെയിനാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതിനോടൊക്കെ ഒരു ഇഷ്ടമുള്ളവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കുറച്ച് ടൈം ഒന്ന് എടുക്കണം, മാറ്റി വെക്കണം എന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള മോഡലുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി 2 ലെയറും കൂടി ഒട്ടിച്ചെടുക്കണം. ഗ്രീൻ കഴിഞ്ഞാൽ മജന്ത, ലാസ്റ്റ് ഗോൾഡൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെഡ് പിന്ന് ഒട്ടിച്ചു കൊടുക്കാനേ ഉള്ളൂ. ഹെഡ് പിന്ന് നമുക്ക് മാല കണക്ട് ചെയ്യാനും ഹാങ്ങിങ്സ് കൊടുക്കാനായിട്ട്, ഗുങ്കുരു ഹാങ്ങിങ് ആയിട്ട് കൊടുക്കാനായിട്ടുമാണ് ഹെഡ് പിന്ന് വേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ലെയർ നമുക്ക് ഗോൾഡൻ കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്ന് അതൊന്ന് സെറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെയിൻ നമുക്ക് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. സെയിം രീതിയിൽ നമുക്ക് കമ്മലും ചെയ്തെടുക്കാം. അതിന് മാച്ചായിട്ടിടാൻ ഞാനിവിടെ കമ്മൽ ചെയ്യുന്നില്ല. മുന്നത്തെ വീഡിയോയിലൊക്കെ കമ്മൽ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ചെയ്ത് നമ്മുടെ സ്റ്റഡ് ബേസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിന് കമ്മലായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാ ലാസ്റ്റ് ലെയർ ഗോൾഡൻ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ സ്റ്റോണൊക്കെ വിട്ടുപോരും. അതുപോലെ തന്നെ നമുക്ക് ഉണങ്ങിയില്ലെങ്കിൽ അത് പശ ഇരുന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ആ ഒരു സ്റ്റോണിൻ്റെ അടുത്തൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമുക്കിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുകയൊന്നുമില്ല.
അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാൻ നമുക്ക് ഇതേ അളവിൽ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ആ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ബാക്കിൽ നമ്മൾ ഹെഡ് പിൻ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു പീസ് എടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാലയ്ക്കായിട്ട് ഞാനിവിടെ പേൾ ചെയിനാണ് എടുക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് മീറ്ററായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ വൈറ്റ് പേൾ ചെയിനാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ബീഡ് നമുക്കതിൽ നിന്ന് ഊരിപ്പോവും. ബാക്കി അതിൻ്റെ ആ കമ്പിയും കൂടി കട്ട് ചെയ്താൽ നമുക്കിതിലേക്ക് അത് കണക്ട് ചെയ്തിടാൻ പറ്റും. ഹെഡ് പിൻ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല എത്ര നീളം വേണം നിങ്ങൾക്കെന്ന് വെച്ചാൽ നമുക്കിത് കഴുത്തിക്കോടെ ഇടേണ്ട ആ ഒരു ലെങ്ത്തിൽ വേണം കേട്ടോ അത് കട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മളിത് അവിടെ ഒട്ടിച്ച് ഹെഡ് പിൻ അവിടെ ഒട്ടിച്ച് വെക്കുകയാണ്. പിന്നെ എപ്പോഴും നമ്മൾ അകത്തി ഊരിടാൻ പറ്റില്ല, കൊളുത്തു കൊടുക്കുന്നില്ല ഈ മാലയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഴുത്തിക്കോടെ നമുക്ക് ഊരാൻ പറ്റുന്ന അത്രയും ലെങ്ത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഹെഡ് പിന്നിലൂടെ നമ്മളതൊന്ന് കോർത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും അതുപോലെ കോർത്തതിന് ശേഷം നമുക്ക് ഹെഡ് പിന്ന് നമ്മുടെ ലോക്കറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ അതവിടെ നമുക്ക് എളുപ്പമാണ്. കാരണം ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഹെഡ് പിൻ ഒട്ടിച്ചിട്ട് പിന്നെ അത് അകത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് പിന്നെ കുറേ ടൈം എടുക്കും. അതത്ര സെക്യൂർ അല്ല. കാരണം ഉണങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മളത് അകത്തി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരിപ്പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. രണ്ട് സൈഡും അതുപോലെ തന്നെ ഹെഡ് പിന്നിലേക്ക് നമുക്ക് കോർത്തെടുക്കാം. ഇനി നമുക്ക് ഹാങ്ങിങ് ചെയ്യാനായിട്ട് അടിയിൽ ഇതുപോലെ തന്നെ ഹെഡ് പിന്നിൽ നമ്മുടെ ഗോൾഡൻ കളർ ഗുങ്കുരു നമുക്ക് കോർത്തെടുക്കാം. എത്ര പീസ് വേണമെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുക. സെൻറ്ററിൽ ആദ്യം തന്നെ ഒരെണ്ണം ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റ് അപ്പുറവും ഇപ്പുറവും കറക്റ്റ് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. ആദ്യം തന്നെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുക. നമ്മുടെ ഹെഡ് പിന്നകത്തിയതിന് ശേഷം നമ്മുടെ ഗുങ്കുരു ഇതിലൂടെ ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ സെൻറ്ററിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലേക്ക് ഞാൻ 5 എണ്ണം വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് സെറ്റാക്കി വെക്കുക. അതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഞാനപ്പോൾ അങ്ങനെ 5 എണ്ണം നമ്മുടെ ഹെഡ് പിന്നിൽ കോർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലേക്കും 5 എണ്ണം വെച്ച് ഇനി നമുക്ക് രണ്ട് സൈഡിലും ഗ്ലൂ കൊടുത്ത് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതൊന്ന് അടുത്തടുത്ത് ഇങ്ങനെ ചെരിച്ച് രീതിയിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം കേട്ടോ. നമുക്ക് വയ്ക്കിച്ച് നോക്കുമ്പോൾ അറിയാലോ അതെങ്ങനെയാണ് വരണ്ടേന്നുള്ളത്. ചെരിച്ചൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെയാണ് ഞാൻ നമ്മുടെ ആദ്യത്തെ വീഡിയോ, ഓണം സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ പതക്കം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ OHP ഷീറ്റിന് പകരം നമ്മുടെ വാക്സ് ഷീറ്റാണ് ഉപയോഗിച്ചത്. അതിൻ്റെ ചുറ്റും ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഹെഡ് പിന്നിൽ നമ്മുടെ ഗുങ്കുരു ഇട്ട് കൊടുക്കുകയാണ്. അത് പകുതി വെച്ച് അത് ബ്ലാങ്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അതും സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ മുകളിൽ അതിൽ വാക്സ് ഷീറ്റ് ഒട്ടിക്കുന്നു. ഇതിൽ നമ്മൾ OHP ഷീറ്റ് തന്നെ ഒരു പീസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ പകുതി വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിൽ പറയുന്നത്. ഇതേ രീതിയിൽ നമ്മൾ അതിൽ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിൽ നമ്മുടെ ഹെഡ് പിന്ന് നേരെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ടാണ് ഞാനത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെരിച്ച് വെക്കുന്നത് ഹെഡ് പിന്ന് നേരെ വെച്ചാൽ നമുക്ക് മാല അതിലൂടെ കോർത്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ചെരിച്ച് വെക്കുന്നതിന് പകരം ഹെഡ് പിന്ന് നേരെ ആ ഹോള് നേരെ വെക്കുക. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മാല കോർത്തിരിക്കുന്നതെന്ന്. അതുപോലെ ചെയ്താൽ നമുക്ക് നമ്മുടെ മാല അതിലൂടെ കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതെന്തോ ബ്ലാങ്കായി പോയി. ഇനി നമുക്കിതാ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കയറ്റി ഇറക്കിയൊക്കെ ഒന്ന് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മുടെ മുകളിലെ മാലയുടെ ഹെഡ് പിന്നും കൂടി ഇതിൻ്റെ ബാക്കിൽ വെച്ച് നന്നായിട്ട് ഗ്ലൂ തേച്ചിട്ട് നമ്മുടെ ആ ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് ഉണ്ടല്ലോ, ബാലൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഹെഡ് പിന്ന് ചെരിച്ച് വെച്ച് മാല കണക്ട് ചെയ്തു. മറ്റേത് ഹെഡ് പിന്ന് നേരെ വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് മാല കോർത്തിടാൻ പറ്റുന്ന രീതിയിൽ വയ്ക്കുക. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. വീഡിയോ എനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല, കാരണം അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ടാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെരിച്ചല്ലേ വെച്ചത്. നമ്മൾ മറ്റേ ഹെഡ് പിന്ന് നമ്മൾ കുറച്ച് നേരെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഹോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾക്ക് അതിലൂടെ നമ്മുടെ ഗോൾഡൻ ആ ചെയിൻ കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പതക്കത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ അതെങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഹെഡ് പിൻ വെച്ച് കൊടുത്തിരിക്കുന്നതെന്ന് വേറൊരു മോഡൽ അതുപോലെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം സെയിം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചെയിനൊക്കെ കറക്റ്റല്ലേ ഇരിക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതും കുറച്ച് ടൈം നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ വിട്ടുപോരും. നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമ്മൾ എന്തായാലും ഒരു ദിവസം വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഓണം സെലിബ്രേഷനൊക്കെ നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെയും സാരിയുടെയും ഒക്കെ ഒപ്പം എടുക്കാൻ പറ്റുന്ന നല്ലൊരു ലോങ് ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഐറ്റവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.